ഇസ്രയേൽ ഗസ സംഘർഷത്തിന് പിന്നാലെ അല്ലെങ്കിൽ സംഘർഷം വ്യാപിക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യൻ മേഖലയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇസ്രയേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ മധ്യപൂർവ്വ ഏഷ്യ ഒന്നുകൂടി കടുത്ത യുദ്ധമാണ് മുഖാമുഖം കണ്ടത്. പക്ഷെ ഒരു താൽക്കാലിക ആശ്വാസം എന്ന വണ്ണം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചേരുകയും ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യാക്രമണം ഇറാന് നേരെ വേണ്ട എന്നൊരു തീരുമാനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഇറാൻ പ്രസിഡന്റും അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണം അത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന്. എന്തായാലും ലോക രാജ്യങ്ങൾ ഒന്നായി നടത്തിയ ശ്രമങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് നിലവിലൊരു താൽക്കാലിക ആശ്വാസമുണ്ടായത്. പക്ഷേ ഇസ്രയേൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്, ഇപ്പോൾ ആക്രമണം ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ തക്കതായ സമയത്ത് ഒരു കൃത്യമായ സമയം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും, പ്രത്യാഘാതം വലുതായിരിക്കും എന്നാണ് ഇസ്രയേലിന്റെ മറുപടി. ഇനി എന്താകും പശ്ചിമേഷ്യയുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഒന്നുകൂടി യുദ്ധം വ്യാപിക്കുമോ, അതോ നിലവിൽ ഈ സംഘർഷത്തിന് ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമോ? എന്തായാലും നമുക്കത് ചർച്ച ചെയ്യാം. സത്യത്തിൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്ട് തിയേറ്റർ ആണ് മിഡിൽ ഈസ്റ്റ്. നമുക്കറിയാം, നമ്മുടെ ഓർമ്മയിൽ തന്നെ എന്തെല്ലാം പ്രശ്നം നടന്ന സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. അവിടെ ഇങ്ങനെ സംഭവിക്കൂ, അവിടെ ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ സംഭവിച്ചുകൂടെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിന്റെ അടിസ്ഥാന ഹേതുവായി കിടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പലസ്തീൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ പലസ്തീൻ ക്വസ്റ്റ്യൻ പരിഹരിക്കപ്പെടാത്ത കാലത്തോളം മിഡിൽ ഈസ്റ്റ് സംഘർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഇറാൻ ആയിരിക്കാം, ഇറാഖ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലതായിരിക്കാം. ഇതിന്റെ ക്രസന്റ് കോറായി നിൽക്കുന്നത് പലസ്തീനാണ് എന്ന് പറഞ്ഞാൽ 1948 മുതൽ ആ ജനത അവരുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയ അവകാശത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 1948 മുതൽ ആ ജനത അവരുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയ അവകാശത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശബ്ദം കേൾക്കാനോ അവരുടെ സ്വയം നിർണയ അവകാശം അംഗീകരിച്ചു കൊടുക്കാനോ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിച്ചിട്ടില്ല. അവർ ഇസ്രയേലിന്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലസ്തീൻ പറയുന്നത്, ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, നീതി ലഭിക്കും വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല. ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത കാലത്തോളം നിങ്ങൾക്കും സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കത്തില്ല. ഇതാണ് പലസ്തീന്റെ പൊസിഷൻ. ഇത് വളരെ സിമ്പിളായ ഒരു പൊസിഷനാണ്, അതിലൊരു സങ്കീർണതയുമില്ല.